യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 63-ാം തിരുവചനത്തിലൂടെ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, നിങ്ങളോട് ഞാൻ പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. കർത്താവിൻ്റെ വചനം പങ്കുവെക്കുന്നിടത്ത് ആത്മാവിൻ്റെ ശക്തി നിറയുന്നു, ജീവൻ്റെ തുടിപ്പ് അഭിഷേകമായി അനുഗ്രഹമായി ഓരോ വ്യക്തികളുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവൻ പകരുന്ന കർത്താവിൻ്റെ വചനം ഇന്ന് നമ്മോട് പങ്കുവെക്കുന്നത് തിരുവല്ല അതിരൂപതയിലെ അമീന്നൂർ ഇടവക വികാരിയും ധ്യാനഗുരുമായ ചെറിയാൻ മാമ്പർക്കുഴി അച്ഛനാണ്. കരങ്ങളടിച്ച് ബഹുമാനപ്പെട്ട അച്ഛനെ ഈ വചനവേദിയിലേക്ക് സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ കർത്താവിൽ ഇത്രയും സ്നേഹിക്കപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ 18-ാം അധ്യായത്തിലെ 18 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. ഒരു അധികാരി യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? യേശു അവനോട് പറഞ്ഞു, നീ കൽപ്പനകൾ പാലിക്കുക. ഏത് കൽപ്പനകളെന്ന് കൃത്യമായിട്ട് ചോദിച്ചപ്പോൾ ഈശോ വളരെ വ്യക്തമായിട്ട് 10 കൽപ്പനകളെ 2ആയിട്ട് തിരിച്ചിട്ട് ആദ്യത്തെ 3 കൽപ്പനകൾ ഒഴിച്ച് 4 മുതലുള്ള കൽപ്പനകൾ കർത്താവ് അവനോട് പറയുക. അവൻ പറഞ്ഞു, ചെറുപ്പം മുതലേ ഞാനിതെല്ലാം പാലിച്ചു ജീവിക്കുന്നവനാണ്. ഞാൻ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യം ഈ ധനികൻ, ഈ അധികാരി യേശുവിനോട് ചോദിക്കുകയാണ്. എൻ്റെ വൈദിക ശുശ്രൂഷയിൽ പല മനുഷ്യരും കടന്നു വന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഞാൻ എന്ത് ചെയ്യണം? പണമില്ലാത്തവൻ വന്ന് ചോദിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം? പണമുള്ളവർ വന്ന് ചോദിക്കാറുണ്ട്, എന്ത് ചെയ്യണം? രോഗികൾ വന്ന് ചോദിക്കാറുണ്ട്, എന്ത് ചെയ്യണം? ആരോഗ്യമുള്ളവരും ചോദിക്കാറുണ്ട്, എന്ത് ചെയ്യണം? ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന ഒരവസ്ഥ നമുക്ക് ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടും നമുക്ക് കാണാനായിട്ട് കഴിയുകയും ചെയ്യും. എന്തു ചെയ്യണമെന്ന് ചോദിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, എൻ്റെ ജീവിതത്തിലൊരു സ്വസ്ഥതയില്ലാതെ വരുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനമില്ലാതെ വരുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മളെല്ലാവരും ചോദിക്കുന്നതിന് എന്തു ചെയ്യണമെന്ന്. ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന ഈ അവസരത്തിലാണ് എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ കുറവ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ കുറവുകളെ പറ്റിയുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്താണ് എനിക്ക് സ്വസ്ഥതയില്ലാതെ പോകുന്നത്, എനിക്ക് സമാധാനമില്ലാതെ പോകുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കുവാനായിട്ടിടയാകുകയും ചെയ്യുന്നത്. ഞാനും നിങ്ങളും ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടല്ല. ഒരാൺകുട്ടിയായിട്ട് പെൺകുട്ടിയായിട്ട് ഈ ലോകത്തിലേക്ക് ജനിച്ച് വീണത് നമ്മുടെ തീരുമാനമല്ല. എൻ്റെ നിറമോ രൂപമോ ഒന്നും എൻ്റെ തീരുമാനമല്ല. അങ്ങനെ നോക്കുമ്പോഴാണ് ഞാൻ എന്തിനാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? ഇതാണ് ചോദ്യം. ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്തുത്തരം നമുക്ക് പറയാനായിട്ട് സാധിക്കും? മനുഷ്യ ജീവിതത്തെ പറ്റി വചനം നമ്മളെ പഠിപ്പിക്കുന്നത് സങ്കീർത്തനം 90 10-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, മനുഷ്യൻ്റെ ആയുസ് 70 വർഷമാണെന്നും ഏറിയാൽ 80 ആണെന്നും വചനം നമ്മളെ പഠിപ്പിക്കുക. വീണ്ടും അത് വളരെ വ്യക്തമായിട്ട് വീണ്ടും പഠിപ്പിക്കുകയാണ്, അത് ദുഃഖവും ദുരിതവും നിറഞ്ഞതാണെങ്കിലും ശരി, അത് വളരെ പെട്ടെന്ന് കടന്നു പോകും. നിത്യതയുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതമെന്ന് പറയുന്നത് 70 ആയാലും 80 ആയാലും അത് ഒരു താൽക്കാലിക ജീവിതമാണ്. താൽക്കാലികമായൊരു ജീവിതമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ ജീവിതത്തിനെ താൽക്കാലിക ജീവിതത്തിൽ തന്നെ വീണ്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യം,
ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ജനിച്ചാൽ സ്വന്തം കാലിൽ നിൽക്കാൻ അത് എടുക്കുന്ന സമയമെന്ന് പറയുന്നത് 30 വർഷത്തോളം വരും. 25-30. ഒരു 30 വർഷമെന്ന് പറയുന്നത് ഒരു 10,900 ദിവസങ്ങളാണ്. വീണ്ടും ഒരു 30 കൊല്ലം സ്വാതന്ത്ര്യം, സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവ്, പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം, ചോരയും നീരുമുള്ള സമയം, ഉത്തരവാദിത്വം, കുടുംബം, ജീവിതത്തിൽ എന്തെങ്കിലും ആവിഷ്കരിക്കാനുള്ള സമയങ്ങൾ, ഇതെല്ലാം നോക്കുമ്പോഴാണ് ഒരു കുടുംബ രൂപീകരണം, അടുത്ത തലമുറയുടെ രൂപീകരണം, ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് ഒരു 30 കൊല്ലം കൂടാ. അത് ഒരു 10,900 ദിവസങ്ങളേ ഉള്ളൂ. പിന്നെ ഒരു വാർദ്ധക്യത്തിൻ്റെ തലത്തിലേക്ക് നമ്മൾ കടന്നു പോകുകയാണ്. ഒരു ചിന്തകൻ ഇങ്ങനെ പറഞ്ഞു വച്ചിട്ടുണ്ട്, 15 വയസ്സ് വരെ മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കണം, 55 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മക്കളെ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങണം. ഇങ്ങനെയുള്ളൊരു ജീവിതമാണ് നമ്മുടെയൊക്കെ ജീവിതമെങ്കിൽ വാസ്തവത്തിൽ ഓർക്കുക, വാർദ്ധക്യമെന്ന് പറയുന്നത് വാർദ്ധക്യത്തിലായിരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതല്ല. വാർദ്ധക്യം അടുത്ത തലമുറയ്ക്ക് വേണ്ടിയും അടുത്ത തലമുറയുടെ കുറവുകൾ നികത്തി കൊടുക്കുവാനും അടുത്ത തലമുറയ്ക്ക് അനുഗ്രഹമായിട്ട് തീരാൻ വേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ് ഒരുപക്ഷെ വാർദ്ധക്യം. ചുരുക്കി പറഞ്ഞാൽ താൽക്കാലിക ജീവിതത്തെ 3 തിരിച്ച് നമ്മൾ ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ വീണ്ടും ജീവിതം താൽക്കാലികമാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനം 90:12 വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണാൻ എന്നെ പഠിപ്പിക്കണമേ കർത്താവേ. അപ്പോൾ എനിക്ക് ജ്ഞാനമുണ്ടാകും. ഈ ജ്ഞാനമുണ്ടാക്കുന്ന വഴികളാണ് പറയുന്നത്. ജ്ഞാനമുണ്ടാകുകയാണ്. ഈ ഇങ്ങനെയുള്ള 70-80 കൊല്ലം ജീവിക്കാനുള്ള ജീവിതത്തെ നമ്മളിങ്ങനെ തിരിച്ച് ദിവസങ്ങൾ എണ്ണി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ എത്രയോ താൽക്കാലികമാണ് ഈ മനുഷ്യ ജീവിതം എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് ഈ മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം തിരിച്ചറിയണം. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങൾ മരിക്കും, അത് ഉറപ്പാണ്, അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് സഭാപ്രസംഗൻ 12:6 വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, വെള്ളിച്ചരട് പൊട്ടും, കനകപാത്രം മുടയും, നീർത്തട്ടിയുടെ ചക്രം തകരും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ട് പറയുകയാണ്, ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും, ദൈവത്തിൻ്റെ ചൈതന്യം ദൈവത്തെങ്കിലേക്ക് കടന്നു പോകും. പിന്നീടൊരു കാര്യം കൂടെ നമ്മളോട് പറയുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ ചൈതന്യം ദൈവത്തെങ്കിലേക്ക് പോകും, ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് 3 കാര്യങ്ങൾ കൂട്ടിവെച്ച് ചേർത്തതാണ്. അതാണ് ദൈവത്തിൻ്റെ മനുഷ്യൻ്റെ ഒരു രൂപം ദൈവം ഉണ്ടാക്കി, അതിലേക്ക് ദൈവം നിശ്വസിച്ചു. അപ്പോൾ 3 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, ദൈവത്തിൻ്റെ ചൈതന്യമായ രൂപത്തിലേക്ക് പ്രവേശിച്ചു. 2, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ഒരു മനുഷ്യൻ്റെ ആത്മാവ് രൂപപ്പെടൽ കുടികൊള്ളാൻ തുടങ്ങി. 3, ഈ രൂപത്തിൻ്റെ അവയവങ്ങൾക്ക് ചലനാത്മക ശക്തി ലഭിച്ചു. അതുകൊണ്ടാണ് ഈ ശരീരമൊക്കെ അനങ്ങുന്നത്. ഈ 3 കാര്യങ്ങൾ കെട്ടിവെച്ചിരിക്കുന്നതാണ് ഈ മനുഷ്യജീവിതമെങ്കിൽ ഒരു ദിവസം ഈ കെട്ടിവെച്ചിരിക്കുന്ന വെള്ളിച്ചരട് പൊട്ടും. അതിനെയാണ് ഞാനും നിങ്ങളും മരിക്കും എന്ന് പറയുന്നത്. അപ്പോഴാണ് സംഭവിക്കുന്നത്, മരിക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ ശരീരം മണ്ണിലേക്ക് മടങ്ങും, ദൈവത്തിൻ്റെ ചൈതന്യം ദൈവത്തെങ്കിലേക്ക് പോകും. അപ്പോൾ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഈ ആത്മാവിൻ്റെ മനുഷ്യാത്മാവിൻ്റെ അവസ്ഥ എന്ത് ആയിരിക്കും? അവിടെയാണ് താൽക്കാലിക ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? താൽക്കാലിക ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഈ ലോകത്തിൽ ദൈവം തമ്പുരാൻ നമുക്ക് ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്ന താൽക്കാലിക ജീവിതം കൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? മരിക്കുമെന്നുള്ളത് ഉറപ്പല്ലേ? മരിക്കുമെന്നുള്ളത് തീർച്ചയല്ലേ? അതുകൊണ്ട് തന്നെയാണ്
ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളൊരു ചിന്ത, ആ ചോദ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. അതുകൊണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 12 വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുക. ഒരു മനുഷ്യൻ കൃഷി ചെയ്തു, ഇഷ്ടം പോലെ കിട്ടി, അവസാനമെല്ലാം കൂട്ടിവെച്ചു. എന്നിട്ട് അവൻ അഹങ്കാരത്തോട് പറയുകയാണ്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഇങ്ങനെ പറഞ്ഞ നിമിഷത്തിൽ തന്നെയാണ് നമുക്കറിയാം, ഉടനെയാണ് ഒരു ശബ്ദമുണ്ടായി. തമ്പുരാൻ അവനോട് ചോദിച്ചു, ഭോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ തിരികെ ചോദിച്ചാൽ നിനക്കൊണ്ടെന്ന് പറയുന്നത് കൊണ്ട് എന്ത് വിശേഷം? വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെയൊക്കെ ജീവിതം, ഈ താൽക്കാലിക ജീവിതം ഒരു ഭോഷത്തരത്തിൻ്റെ ജീവിതമാണോ എന്നൊരു ചിന്ത നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് ഒരുപാട് മനുഷ്യർ ഭോഷത്വത്തിൽ ജീവിക്കുക. ഭോഷ, ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ തിരികെ ചോദിച്ചാൽ, വിദ്യാഭ്യാസമുള്ള, കഴിവുള്ള, അധികാരമുള്ള, ജോലിയുള്ള, കുടുംബമുള്ള, മക്കളുള്ള, ഡിപ്പോസിറ്റുള്ള, റിയൽ എസ്റ്റേറ്റുള്ള, ജീവിതത്തിൻ്റെ എല്ലാ സൗകര്യമുള്ളവരോട് ചോദിക്കുകയാണ്, ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ തിരികെ ചോദിച്ചാൽ ഇതുകൊണ്ടെന്താണ് പ്രയോജനം? ഇതുകൊണ്ടെന്താണ് പ്രയോജനം? അപ്പോഴാണ് ഞാനൊരു ഭോഷനാകുന്നത് എപ്പോഴാണെന്ന്. ഞാൻ ഭോഷനാകുന്നത് എപ്പോഴാണ്? താൽക്കാലിക ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മൾ തിരിച്ചറിയാതെ ജീവിക്കുമ്പോഴാണ് ഞാനും നിങ്ങളും ഭോഷനും ഭോഷിയുമായിട്ട് തീരുന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുന്നത് വളരെ നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ലൂക്കോസ് 16 വളരെ വ്യക്തമായിട്ട് ധനവാന്റെ ലാസറിന്റെ ഉപമ. ധനവാൻ വളരെ സുഭിക്ഷമായിട്ട് ജീവിക്കുന്നവൻ, മൃദുല വസ്ത്രം ധരിച്ച് ജീവിക്കുന്നവൻ. മൃദുലത എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ സുഖലോലുപതയുടെ പ്രതീകമായിട്ട് പറയുന്ന ചെമന്നപട്ട്, മൃദുല വസ്ത്രം, സുഭിക്ഷമായ ഭക്ഷണം, ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്ന മനുഷ്യരെയൊക്കെ നമ്മൾ കാണുമ്പോൾ ദൈവം അനുഗ്രഹിച്ച് ഒന്നിനും കുറവില്ലെന്ന് പറയുന്നൊരവസ്ഥ. ഇങ്ങനെ കാണുന്ന കുറേ മനുഷ്യരെ നമുക്കറിയാം. അതോടൊപ്പം തന്നെ പടിക്ക് കിടക്കുന്നൊരു ലാസർ നേരെ എതിരാ. തമ്പുരാൻ പറഞ്ഞതാ, അവൻ്റെ ശരീരം മുഴുവൻ വ്രണം, ഭക്ഷിക്കാനൊന്നുമില്ല, തലയ്ക്ക് മീതെ കൂരയില്ല. അവനിങ്ങനെ കഴിയുകയായിരുന്നു. ഒരുപക്ഷെ ധനവാന്റെ വീടിൻ്റെ പടിക്കൽ ഈ ധനവാൻ അവനൊരു അസ്വസ്ഥത ഉളവാക്കിക്കൊണ്ട് തന്നെയായിരിക്കും ഒരുപക്ഷെ ഈ ലാസർ കഴിഞ്ഞുകൂടിയത്. എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ഇങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് ലോകത്തിൽ കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ളൊരു മനുഷ്യരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നാം നോക്കുമ്പോഴാണ് ഒരുപാട് പേരെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവരും മരിക്കും, അവരും മരിക്കും, നമ്മളും മരിക്കും. മരണത്തിന് ശേഷമുള്ള കാര്യം നമ്മുടെ കർത്താവ് നമ്മളോട് പറയുക. ധനവാൻ കണ്ണുകളെ ഉയർത്തി അങ്ങ് ദൂരേക്ക് നോക്കിയപ്പോൾ, മുകളിൽ നോക്കിയപ്പോൾ അബ്രഹാമിൻ്റെ മടിയിലിരിക്കുന്ന ലാസറിനെ കണ്ടു, തിരിച്ചറിഞ്ഞു. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ സത്യം വളരെ വ്യക്തമായിട്ട് വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഇതിനപ്പുറത്തുള്ള ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് ഇല്ലാതെ ജീവിക്കുമ്പോഴാണ് ഈ ജീവിതം ഒരു ഭോഷത്തരമായിട്ട് തീരുന്നെന്ന് മനസ്സിലാവും. മരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മളെല്ലാം മരിക്കും. എങ്ങനെ മരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതല്ല. എങ്ങനെ മരിക്കും? നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ സഭയിലെ ഒരുപാട് വിശുദ്ധർ മരിച്ചിട്ടുണ്ട്. അതിദാരുണമായിട്ട് പീഡിപ്പിക്കപ്പെട്ട്, ജീവനോട് മരത്തി കെട്ടിയിട്ട് ജീവനോട് അമ്പെയ്ത് കൊന്ന്, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ അവയവങ്ങൾ ജീവനോട് തന്നെ ഛേദിക്കപ്പെട്ട്, എണ്ണയ്ക്ക് തിളച്ച എണ്ണയ്ക്കകത്തിട്ട് വറക്കപ്പെട്ട് മരിച്ചവർ, ഇങ്ങനെ പല രീതിയിൽ ജീവനോട് തൊലിയുരിഞ്ഞവർ, ഇങ്ങനെ മരിച്ച ഒരുപാട് പേരുണ്ട്. എങ്ങനെ മരിക്കുന്നു എന്നുള്ളതല്ല പ്രധാനപ്പെട്ടത്. നിന്റെ മരണം, എൻ്റെ മരണം, അതിനർത്ഥമുണ്ടോ എന്നുള്ളതാണ്. ശ്രേഷ്ഠതയുണ്ടോ? ഒരുപാട് ജീവിതങ്ങൾ ഈ അച്ഛനിപ്പം മനസ്സിലാക്കുന്നൊരു കാര്യമാണ്. ഒരുപാട് പേരുടെ മരണം അർത്ഥമില്ലാതായിപ്പോയി, പാഴായിപ്പോയി. ഒരു ജീവിതം ശ്രേഷ്ഠമായിട്ട് തീരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ
എന്തിനു വേണ്ടി ജീവിച്ചു എന്നുള്ളതിനെ ആശ്രയിച്ച ശ്രേഷ്ഠമായൊരു കാര്യത്തിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയുടെ മരണം എന്നും ശ്രേഷ്ഠമായിരിക്കും. അത് അർത്ഥമുള്ളതായിരിക്കും, അത് അനുഗ്രഹമായിരിക്കും. എന്തിനു വേണ്ടി ജീവിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നത്, എന്തിനു വേണ്ടി ഞാനും നിങ്ങൾ ജീവിച്ചു എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം നമുക്ക് പറയാനായിട്ട് സാധിക്കും? ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നൊരു സത്യം. ഇതിനപ്പുറത്തുള്ള കാര്യം നമ്മുടെ തമ്പുരാൻ പറയാണ്. പീഡന സ്ഥലത്ത് പീഡ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ധനവാൻ്റെ കാര്യം പറയുകയാണ്. ഇവിടെ വെച്ച് കുഴപ്പമൊന്നുമില്ലായിരുന്നു, അവിടുന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവസ്ഥ മാറി. ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുന്നതിൻ്റെ പ്രത്യേകതയനുസരിച്ച് എനിക്കർഹമായ ഒരു സ്ഥലത്തേക്ക് ഞാൻ മാറ്റപ്പെടും. ഇതാണ് മരണത്തിൽ സംഭവിക്കുന്നൊരു കാര്യം. മരണത്തോടുകൂടി സംഭവിക്കുന്നൊരു കാര്യം, എനിക്ക് അർഹതപ്പെട്ടൊരു സ്ഥലത്തേക്ക് ഞാൻ മാറ്റപ്പെടും. അവിടെ ഇരുന്നുകൊണ്ട് ഈ ധനവാൻ പറഞ്ഞു, ലാസറിനെ ഇങ്ങോട്ടൊന്ന് പറഞ്ഞയക്കാമോ? ആ വിരൾ മുക്കി ഒരു തുള്ളി വെള്ളം ഒന്ന് കിട്ടാൻ വേണ്ടി ദാഹിച്ച് വലയുക. അപ്പോഴാണ് അബ്രഹാം പറഞ്ഞത്, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനും സാധിക്കത്തില്ല. ഹേ മനുഷ്യ, നിന്റെ തൊണ്ടക്കുഴിയിലെ ശ്വാസം പോകുന്നത് വരെ മാത്രമേ നിനക്ക് സ്വാതന്ത്ര്യമുള്ളൂ, നിനക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവുള്ളൂ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് കൊടുത്തിരിക്കുന്നൊരു പ്രത്യേകതയാണ്, അവന് സ്വാതന്ത്ര്യം കൊടുത്തു, ഫ്രീ വില്ല് കൊടുത്തു, സ്വതന്ത്ര മനസ്സ് കൊടുത്തു. അവനൊരു തീരുമാനം എടുക്കാതെ അവന് അനങ്ങാൻ പറ്റത്തില്ല, ചലിക്കാൻ പറ്റത്തില്ല. ഞാനിവിടെ നിൽക്കണോ അവിടെ നിൽക്കണോ എന്നൊക്കെ നിമിഷങ്ങൾ ഞാൻ തീരുമാനിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാനും നിങ്ങൾ ഓരോ നിമിഷവും ജീവിക്കുന്ന ഒരു തീരുമാനമെടുത്തിട്ട. ഈ തീരുമാനം എടുക്കാതെ എനിക്ക് അനങ്ങാൻ പറ്റത്തില്ല. ഏത് സമയം ചുമ്മാതിങ്ങനെ സംഭവിക്കത്തില്ല. തീരുമാനമെടുക്കണം. തീരുമാനമെടുത്തെങ്കിൽ മാത്രമേ എനിക്ക് ചലിക്കാൻ പറ്റത്തുള്ളൂ. മനുഷ്യ ശരീരത്തെ രണ്ടായിട്ടൊന്ന് നമുക്ക് പകുക്കാം, തിരിക്കാം. ആന്തരിക അവയവങ്ങളെന്നും ബാഹ്യ അവയവങ്ങളെന്നും. ആന്തരിക അവയവങ്ങളുടെ മേൽ എനിക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല. അതങ്ങ് ചലിച്ചുകൊണ്ടിരിക്കും, പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ആന്തരിക അവയവങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കും, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ എൻ്റെ ബാഹ്യമായ അവയവങ്ങൾ ഞാൻ പറയാതെ ചലിക്കത്തില്ല. ഞാൻ തീരുമാനമെടുക്കണം. കൈ അനക്കണമോ കാലനക്കണമോ, എൻ്റെ ബാഹ്യമായ അവയവങ്ങളുടെ എനിക്ക് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം തന്നിട്ടാണ് തമ്പുരാൻ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്. ഇനി എന്നെങ്കിലും തമ്പുരാൻ നമ്മുടെ കണക്ക് ചോദിക്കുന്നത് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ കണക്ക് ചോദിക്കത്തില്ല പ്രിയപ്പെട്ടവരെ. ഇടയ്ക്കേറി പറയുന്നതേ ഉള്ളൂ. തമ്പുരാൻ എന്തെങ്കിലും എന്നോടോ നിങ്ങളോടോ കണക്ക് ചോദിക്കുന്നത് എനിക്ക് പൂർണ്ണ നിയന്ത്രണ അധികാരം തന്നിരിക്കുന്ന ഈ ബാഹ്യ അവയവങ്ങളുടെ കണക്ക് മാത്രമേ, ചരിത്രം മാത്രമേ, അതിൻ്റെ റിപ്പോർട്ട് മാത്രമേ തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടത്തുള്ളൂ. വേറൊന്നും ആവശ്യപ്പെടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നിയന്ത്രിക്കുന്നതിനനുസരിച്ചാണ്, ഞാൻ തീരുമാനിക്കുന്നതിനനുസരിച്ചാണ് ഈ തീരുമാനം എടുക്കാനും തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കാനും ദൈവം എനിക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം, ഫ്രീ വില്ല്, ഇതുപയോഗിച്ച് ജീവിക്കുന്നതിനനുസരിച്ചാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയും ശ്രേഷ്ഠതയില്ലായ്മയും എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ടാണ് നിയമാവർത്തനം 30:15 മുതൽ മോശ എല്ലാം പഠിപ്പിച്ചിട്ട് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ മുമ്പിൽ അനുഗ്രഹവും ശാപവും വെച്ചിരിക്കുന്നു, ജീവനും മരണവും വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെയാണ് വളരെ വ്യക്തമായിട്ട് ശാപവും അനുഗ്രഹവും ജീവനും മരണവും നന്മയും തിന്മയും ഏത് വേണമെങ്കിലും തിരഞ്ഞെടുത്തു. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ താൽക്കാലിക ജീവിതത്തിൽ. ഇങ്ങനെ കുറച്ച് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണം. ഈ തീരുമാനമെടുക്കുന്നതിനനുസരിച്ചാണ് ജീവിതത്തിൻ്റെ പരാജയവും ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയും ശ്രേഷ്ഠതയില്ലായ്മയും. എന്തിനു വേണ്ടി ഞാൻ ജീവിക്കുന്നു? എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? അതാണ് വളരെ കൃത്യമായിട്ട് തമ്പുരാൻ നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചത്.
മത്തായി ശ്ലീഹയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലെ 26-ാം വാക്യം വളരെ മനോഹരമായിട്ട് നമ്മളോട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. നീ ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ദൈവം ശ്രേഷ്ഠമായിട്ട് കരുതുന്നതിനെ ഞാൻ അതിനെ പ്രാധാന്യം കൊടുത്ത് അതേ ലക്ഷ്യത്തിൽ ഞാൻ ജീവിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അവിടുത്തെ ശ്രേഷ്ഠത ദൈവം കൊടുത്ത ശ്രേഷ്ഠതയ്ക്കനുസരിച്ച് ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുക. മുമ്പേ നമ്മൾ പറഞ്ഞു, ഞാൻ നിങ്ങൾ ആവശ്യപ്പെട്ടുള്ള ചോദിച്ചിട്ടല്ല ആൺകുട്ടിയായിട്ട് പെൺകുട്ടിയായിട്ട് ജനിച്ചത്. എനിക്ക് ഈ ലോകത്തിൽ എവിടെ എങ്ങനെ ഏത് രീതിയിൽ ജീവിക്കണമെന്നും എൻ്റെ ആത്മാവിനെ നേടണമെന്നുള്ള ഒരു തീരുമാനം തമ്പുരാൻ എൻ്റെ ജനനത്തോടുകൂടി തീരുമാനിച്ചു കഴിഞ്ഞു. എൻ്റെ ജന്മത്തോടുകൂടി തമ്പുരാൻ തീരുമാനിച്ചു ഏത് വഴിയാണ് എൻ്റെ ആത്മാവിനെ നേടണമെന്നുള്ളത്. ഒരു പുരുഷനായിട്ട് ജീവിച്ച് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പൗരോഹിത്യ ജീവിതത്തിലൂടെ വേണം ഞാൻ എൻ്റെ ആത്മാവിനെ നേടുവാനായിട്ട്. അതുപോലെ ഒരു പെൺകുട്ടിയെ ജനിച്ച് ഈ ലോകത്തിൽ ജീവിച്ച് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിച്ച് വേണം ആ ഒരു പെൺകുട്ടി ആ സ്ത്രീ ആത്മാവിനെ നേടുവാൻ. ഈ രണ്ട് വഴിയും തമ്പുരാൻ തീരുമാനിച്ചു. എനിക്കുള്ള വഴി ഇങ്ങനെ, നിങ്ങൾക്കുള്ള വഴി ഇങ്ങനെ. ഈ രീതിയിൽ ജീവിക്കുമ്പോഴാണ് ഇതിൻ്റെ ശ്രേഷ്ഠത വർദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ലോകം നേടാൻ വേണ്ടിയല്ല, ആത്മാവിനെ നേടാൻ വേണ്ടിയാണ്. ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് കടന്നു വരുന്ന വ്യക്തികളോട് ഈ അച്ഛൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്തിനാ ഇത്രയും നാൾ ജീവിച്ചത്? സ്വർഗത്തിൽ പോകണമെന്നോ ആത്മാവിനെ നേടണമെന്നോ നിത്യജീവന് വേണ്ടി ജീവിക്കണമെന്നോ എന്നെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? ഭൂരിപക്ഷം പേരുടെയും മറുപടി അങ്ങനെ ഒരു ചിന്തയില്ലാതെ ജീവിച്ചു. ലോകത്തിലെ സൗഭാഗ്യമല്ല ഈ ലോകത്തിൽ നമ്മൾ നേടേണ്ടത്, ഇതിനപ്പുറത്ത് വെച്ചിരിക്കുന്ന നിത്യമായ ജീവിതമാണ്. ആ സൗഭാഗ്യമാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും, എന്നെ ശ്രവിക്കുന്ന ലോകത്തിലുള്ള എല്ലാ മനുഷ്യരോടും, ഇത്രയും നാളും ജീവിച്ചിട്ട് സ്വർഗത്തിൽ പോകാൻ, നിത്യജീവന് വേണ്ടി, എൻ്റെ ആത്മാവിനെ നേടുവാൻ വേണ്ടി ഞാൻ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ, എങ്ങനെ ജീവിച്ചു എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം നമുക്ക് പറയാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണ് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത ദൈവം ക്രമീകരിച്ച ക്രമീകരണത്തിൽ ദൈവത്തിൻ്റെ ലക്ഷ്യമനുസരിച്ച് ഞാൻ ജീവിക്കേണ്ട പോലെ ജീവിച്ചാൽ എനിക്ക് ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്നൊരു ചോദ്യം ചോദിക്കാൻ സാധാരണഗതിയിൽ ഇടയാകത്തില്ല. അതുകൊണ്ടാണ് ഏശയ്യ 48:18 നീ എൻ്റെ കൽപ്പനകൾ പാലിച്ചിരുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ സമാധാനം നദി പോലെ ഒഴുകത്തില്ലായിരുന്നോ? നീ എൻ്റെ കൽപ്പന പാലിച്ചിരുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ സമാധാനം നദി പോലെ ഒഴുകത്തില്ലേ? ഒരുപാട് പേരുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ സുഖമുണ്ടോ എന്ന് ചോദിച്ചാൽ സുഖമുണ്ട്. സുഖമാണെന്ന് വെച്ചാൽ സുഖമാണ്. എന്താണ്? ആരോഗ്യമുണ്ട്, പണമുണ്ട്, ഭക്ഷണമുണ്ട്, വീടുണ്ട്, മക്കളുണ്ട്. ഇതില്ലാത്തവരൊക്കെ ഉണ്ട്. സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, സുഖമായിട്ട് താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ചോദ്യം ഇതാണ്, അടുത്ത ചോദ്യം ചോദിക്കണം, സമാധാനമുണ്ടോ? ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരോട് നമ്മൾ ചോദിക്കുമ്പോഴാണ് പലർക്കും സമാധാനമില്ല, മറ്റു പലതുമുണ്ട്. ലോകം മുഴുവനും ഒരു വ്യക്തി സ്വീകരിച്ചാലും ഒരിക്കലും ഹൃദയത്തിൽ ഒരു തികവുണ്ടാകത്തില്ല,
നിറവുണ്ടാകത്തില്ല. എന്നാൽ ഈ ലോകത്തിൽ ജീവിക്കുന്നൊരു മനുഷ്യ വ്യക്തിക്ക് ദൈവം സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനമായിട്ട് കൊടുക്കുന്ന ഒന്നാണ് സമാധാനം. ഈ സമാധാനം ദൈവത്തിന് മാത്രമേ കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. ദൈവത്തിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. ദൈവം തരുന്ന ഈ സമാധാനം സ്വീകരിക്കുമ്പോൾ മാത്രമേ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തികവും നിറവും ഉണ്ടാകത്തുള്ളൂ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഒന്നിൻ്റെയും ആവശ്യം ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് ഇത് ദൈവത്തിന് മാത്രമേ തരാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത് ഒരു വ്യക്തിയുടെ ഹൃദയം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന, തികഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് കർത്താവ് വളരെ വ്യക്തമായിട്ട് യെശയ്യാ 48:21 പറയുന്ന പോലെ, ദുഷ്ടൻ എൻ്റെ സമാധാനം അനുഭവിക്കത്തില്ല. ദൈവകൽപ്പന ലംഘിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾ ഒരിക്കലും എൻ്റെ ഈ സമാധാനം അനുഭവിക്കത്തില്ല. ദൈവം തരുന്ന സമാധാനം അനുഭവിക്കാൻ കഴിയണം. യേശു ജനിച്ച രാത്രിയിൽ മാലാഖമാർ പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ആർക്കാണ് സമാധാനം? ദൈവകൃപ ലഭിച്ചവർക്ക്. ദൈവകൃപ ആർക്കാ ലഭിക്കുന്നത്? ദൈവത്തിൻ്റെ പ്രീതിയിൽ ജീവിക്കുന്നവർക്കാണ് ദൈവകൃപ ലഭിക്കുന്നത്. ഇതാണ് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഇതാണ് എങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. പലരുടെയും ജീവിതത്തിൽ ആത്മാവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ ആ ജീവിതത്തിന് അടിസ്ഥാനപരമായ വ്യത്യാസവും അനുഭവങ്ങളും വരാൻ തുടങ്ങുന്നത് കാണാറുണ്ട്. ആത്മാവിന് വേണ്ടി ജീവിക്കണം. ഇതുവരെ നമ്മൾ ആത്മാവിന് വേണ്ടി ജീവിച്ചില്ലെങ്കിൽ ഈ ശരീരത്തിൻ്റെയും ഈ ശരീരത്തിൻ്റെ സുസ്ഥിതിക്ക് വേണ്ടിയും ഈ ശരീരത്തിൻ്റെയും ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട ലോകത്തിലെ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യ, നീ ഒരു ഭോഷനല്ലേ? അതുകൊണ്ടല്ലേ മത്തായി 7:24 മുതൽ 2 ഭവനങ്ങളെപ്പറ്റി പറയുന്നത്. അടിസ്ഥാനം ഒന്ന് മണൽപ്പുറത്ത്, മറ്റേത് പാറമേല്. എന്നിട്ട് പറയുകയാണല്ലോ, കാറ്റടിച്ചു, മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, ഒന്ന് നിലനിന്നു, മറ്റേത് താഴെ നിലംപതിച്ചു. അടിസ്ഥാനം മണൽപ്പുറത്തായിരുന്നു. വീണ്ടും കർത്താവ് പറയാണ്, എൻ്റെ വചനം കേട്ടിട്ട് അത് പാലിക്കാതെ അനുസരിക്കാതിരിക്കുന്ന വ്യക്തി മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷനായ മനുഷ്യനെ പോലെയാ. ഒരുപാട് ജീവിതങ്ങൾ തകർന്നു കിടക്കുന്നതിൻ്റെ കാരണം, ഒരുപാട് കുടുംബങ്ങൾ തകർന്നു കിടക്കുന്നതിൻ്റെ കാര്യം, ഒരുപാട് ജീവിതങ്ങൾക്ക് അർത്ഥമില്ലാതെ പോകുന്നതിൻ്റെ കാരണം, ഒരുപാട് ദാമ്പത്യ ജീവിതങ്ങൾ ശിഥിലമാകുന്നതിൻ്റെ കാരണം ദൈവവചനമാകുന്ന അടിസ്ഥാനത്തിൽ ജീവിതത്തെ കെട്ടിപ്പടുക്കുവാനായിട്ട് ശ്രദ്ധിക്കാത്തതുകൊണ്ട് സംഭവിക്കുന്ന യെശയ്യാ. അതുകൊണ്ട് ആമോസ് 8:11, എവിടെ വചനക്ഷാമം ഉണ്ടാകുന്നോ, കർത്താവിൻ്റെ വചനത്തിന് ക്ഷാമം ഉണ്ടാകുന്നോ, അവിടെ സുന്ദരിമാരായ കന്യകമാരും ചെറുപ്പക്കാരും ദാഹം കൊണ്ട് മൂർച്ഛിച്ചു വീഴും, തളർന്നു വീഴും. ഓരോ കുടുംബങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതല്ലേ. നമ്മുടെ ചുറ്റും ഇപ്പോഴത്തെ കാലത്ത് ചെറുപ്പക്കാർ തകർന്നു പോകുന്നതിൻ്റെ കാരണം, കുടുംബങ്ങൾ തകരുന്നതിൻ്റെ കാരണം ഇത് വചനമില്ലാതെ ജീവിക്കുന്ന, വചനത്തിൻ്റെ ക്ഷാമം, വചനം സ്വീകരിക്കാനായിട്ട് തയ്യാറാകാത്തതിൻ്റെ അവസ്ഥ. ഇതാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ഞാൻ എന്തിനു വേണ്ടി ജീവിച്ചു? ഞാൻ എന്തിനു വേണ്ടി ജീവിച്ചു? ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഈ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് വരികയാണ്, ആത്മാവിന് വേണ്ടി ജീവിക്കണം. ഞാൻ ആരെയും എൻ്റെ സ്വാതന്ത്ര്യം ഞാൻ ഉപയോഗിക്കണം. ദൈവം ആരെയും നിർബന്ധിച്ച് നരകത്തിലോട്ട് പറഞ്ഞു വിടത്തില്ല. ദൈവം ആരെയും നിർബന്ധിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകത്തുമില്ല. ഞാൻ തീരുമാനിക്കണം. എൻ്റെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുന്നൊരു ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാനും നിങ്ങളും ഈ ലോകത്തിൽ താൽക്കാലിക ജീവിതം കൊണ്ടുപോകുന്നത്. ഈ ജീവൻ നയിക്കുന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം.
അതുകൊണ്ട് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത് ഈ ആത്മാവിന് വേണ്ടി എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ്. ഈ ആത്മാവിനെ നേടുവാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിലെ 5-ാം അധ്യായത്തിലെ 8-ാമത്തെ വാക്യത്തിൽ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. വചനത്തിൽ ഹൃദയമെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെയാണ്. ആത്മാവിൻ്റെ പ്രതീകമായിട്ടാണ് ഹൃദയത്തെ എപ്പോഴും അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ വിശുദ്ധി ഉള്ളിടത്ത് ദൈവത്തെ കാണാനായിട്ട് കഴിയും. എബ്രായർ 12:14 ജീവിത വിശുദ്ധിയുള്ളവർക്ക് കർത്താവിനെ ദർശിക്കാനായിട്ട് കഴിയും. അപ്പം ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയം, മനുഷ്യ ഹൃദയം പ്രധാനപ്പെട്ടതാണ്. ദൈവം അവിടേക്കാണ് നോക്കുന്നത്, വേറെ എങ്ങോട്ടുമല്ല നോക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ നോക്കുന്ന എൻ്റെ ഹൃദയത്തിലേക്കാണ്. ഞാൻ ചൊല്ലുന്ന പ്രാർത്ഥനയുടെ മനോഹാരിതയല്ല, ചൊല്ലുന്ന വ്യക്തിയുടെ സ്വരത്തിൻ്റെ മാധുര്യമല്ല, ഈ വളരെ മനോഹരമായിട്ട് ചൊല്ലുന്നതിലല്ല, ഈണത്തിലും താളത്തിലും ചൊല്ലുന്നതല്ല ദൈവത്തിന് പ്രധാനപ്പെട്ടത്. യെശയ്യാ 29:13 ഈ ജനം അധരം കൊണ്ടെന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. തമ്പുരാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മനുഷ്യ ഹൃദയം. വെറുതെ ചിന്തിച്ച് രണ്ട് മനുഷ്യ വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ ചിന്തിച്ച് നോക്കിക്കേ. ആത്മാർത്ഥത, സത്യസന്ധത, കാപട്യം, ആത്മാർത്ഥതയില്ലായ്മ, ഇതൊക്കെ നമ്മൾ അറിയാതെ നമ്മൾ പറയുന്ന കുറേ വാക്കുകളാണ്. ഹൃദയത്തിൻ്റെ രണ്ട് നന്മകളാണ് ഓണസ്റ്റിയും സിൻസിയറിറ്റിയും, ആത്മാർത്ഥതയും സത്യസന്ധതയും. അതുകൊണ്ടാണ് രണ്ട് തിന്മകളാണ് കാപട്യവും ആത്മാർത്ഥതയില്ലായ്മയും. ഒരു വ്യക്തിയുടെ ആത്മാർത്ഥത, ഹൃദയം കൊണ്ട് എന്നും മാത്രം ആത്മാർത്ഥമായിട്ട് എന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് 50,000 രൂപയുടെ സാരി വാങ്ങിച്ച് ഭാര്യയ്ക്ക് കൊടുത്താൽ ഭാര്യയ്ക്ക് സന്തോഷമാണ്. ഒരു കാര്യം അറിയുന്നത് വരെ ഈ ഭർത്താവിന് മറ്റൊരു സ്ത്രീയോട് ബന്ധമുണ്ടെന്ന് അറിയുന്നത് വരെ ഈ 50,000 രൂപയുടെ സാരി വളരെ പ്രധാനപ്പെട്ടതും വളരെ മൂല്യവുമായിട്ടുള്ളതാണ്. മറ്റൊരു സ്ത്രീയോടുള്ള ബന്ധമുണ്ടെന്ന് തിരിച്ചറിയുന്ന നിമിഷം 50,000-ന് വില പോയി. കാരണം 50,000 ആണെങ്കിലും വിലയില്ല. ഞാനും നിങ്ങളും മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് ഓണസ്റ്റി ആൻഡ് സിൻസിയറിറ്റി. സത്യസന്ധമായിരിക്കണം, ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. എനിക്ക് നിങ്ങൾക്ക് ഹൃദയമാണ് വേണ്ടത്. ഹൃദയം കിട്ടുന്നത് മതി, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ. ഇതല്ലേ ജീവിതത്തിലെ പ്രധാനപ്പെട്ടത്. ഈ പൊന്നു തമ്പുരാൻ ചോദിക്കുന്നതല്ലേ. ഞാനും നിങ്ങളും പ്രാർത്ഥിക്കാൻ കടന്നു വരുമ്പോൾ തമ്പുരാൻ പറയാ, വെറും അധരം കൊണ്ടെന്നെ ബഹുമാനിക്കുക. ഇവരുടെ പ്രാർത്ഥന മനഃപ്പാടമാക്കി കുറച്ച് കാര്യങ്ങളാണ്. ഇവർ ഹൃദയം കൊണ്ടല്ല, ആത്മാർത്ഥമായിട്ടല്ല പ്രാർത്ഥിക്കുന്നത്. ഇവർക്ക് എന്നോട് യാതൊരു ആത്മാർത്ഥതയുമില്ല. ഇതാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് തമ്പുരാൻ ഹൃദയത്തെ പറ്റി വീണ്ടും പറയുന്നത്. ജെറമ്യ 17:5 മനുഷ്യനെ ആശ്രയിച്ച് ശരീരശക്തി അവലംബമാക്കി ഹൃദയം ദൈവത്തിൽ നിന്ന് എടുത്തു മാറ്റുന്നവൻ ശബ്ദൻ. എന്തെടുത്ത് മാറ്റുന്നു? ഹൃദയം എടുത്തു മാറ്റുന്നവൻ ശബ്ദൻ. വീണ്ടും അവിടെ 9-ാമത്തെ വാക്യത്തിലേക്ക് 17:9 വരുമ്പോൾ മനുഷ്യ ഹൃദയം മറ്റെന്തിനേക്കാട്ടിലും ദുഷിച്ചതാണ്. തമ്പുരാൻ എപ്പോഴും നോക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലേക്കാണ്. തമ്പുരാൻ എപ്പോഴും നോക്കുന്നത്. ഹൃദയം ആത്മാവിൻ്റെ പ്രതീകമാണ്. ഒരു മനുഷ്യൻ്റെ രഹസ്യങ്ങൾ മുഴുവനും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഈ ഹൃദയത്തിലാണ്. അതുകൊണ്ട് കൂടെ കിടന്നാലും കൂടെ ഉറങ്ങിയാലും 25-30 കൊല്ലമോ ജീവിത പങ്കാളിയായാലും ഒരു ഉദരം പങ്കുവെച്ച് സഹോദരനും സഹോദരിയുമായാലും ആർക്കും ആരെയും അറിയേണ്ട പോലെ അറിയാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് അവരുടെ ഹൃദയവിചാരങ്ങൾ, ഹൃദയഭാവങ്ങളും അറിയുമ്പോഴാണ് ഒരു വ്യക്തിയെ അറിയേണ്ട പോലെ അറിയാനായിട്ട് എനിക്ക് സാധിക്കുന്നത്. അതൊരു മനുഷ്യ വ്യക്തിക്ക് സാധിക്കത്തില്ല. നിനക്ക് മനുഷ്യരെ കബളിപ്പിക്കാൻ പറ്റും,
എന്നാൽ ഹൃദയം കാണുന്ന ദൈവത്തെ കബളിപ്പിക്കാൻ നിനക്ക് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് മനുഷ്യരെ കബളിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് 1 ശമൂവേൽ 16:7 വളരെ വ്യക്തമായിട്ട് പ്രവാചകരുടെ കർത്താവ് പറയുക, ജസ്സയുടെ ഭവനത്തിലേക്ക് ശമൂവേൽ പ്രവാചകനെ അയച്ചുകൊണ്ട് ഇസ്രായേലിലെ രാജാവിനെ വാഴിക്കുവാനായിട്ട് ദൈവം തീരുമാനിക്കുക. പ്രവാചകൻ അവിടെ ചെന്ന് മൂത്ത മകനെ കണ്ട ഉടനെ ഇവനാണ് ഇസ്രായേലിന് പറ്റിയ രാജാവെന്ന് തീരുമാനിച്ചു. അവനെ വാഴിക്കാനായിട്ട് അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ദൈവം ഇടപെട്ടു. ഞാൻ അവനെ തിരസ്കരിച്ചതാ. അവൻ്റെ ആകാരഭംഗി നോക്കണ്ട, അവൻ്റെ ഉയരം നോക്കണ്ട. ഞാനും നിങ്ങളും ഒക്കെ ഇതൊക്കെ കാണത്തുള്ളൂ. ഉയരം നോക്കും, ആകാരഭംഗി നോക്കും, കഴിവ് നോക്കും, സൗന്ദര്യം നോക്കും. തമ്പുരാൻ പറഞ്ഞു, ഞാൻ അവനെ തള്ളിക്കളഞ്ഞതാ. 7-ാമത്തെ വാക്യം, നിങ്ങൾ മനുഷ്യർ ബാഹ്യമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നു, ഞാനോ നിങ്ങളുടെ ദൈവം നിങ്ങളുടെ ഹൃദയഭാവത്തിലേക്കാണ് നോക്കുന്നത്. ഞാനോ നിങ്ങളുടെ ദൈവം നിങ്ങളുടെ ഹൃദയഭാവത്തിലേക്കാണ് നോക്കുന്നത്. ഹൃദയത്തിൽ എന്താണെന്നുള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് പേര് മനുഷ്യരുടെ മുമ്പിൽ നല്ലവരാണ്. ഹൃദയം നോക്കുന്ന ദൈവത്തിന് മുമ്പിൽ പലരും നല്ലവരല്ല. ഒരു നല്ല പ്രവൃത്തി ചെയ്തത് കൊണ്ട് അത് ദൈവം അംഗീകരിക്കണം എന്നില്ല, മനുഷ്യൻ അംഗീകരിക്കും. എന്നാൽ ഒരു പ്രവൃത്തി ചെയ്യുന്ന അതേ സമയത്ത് അതിന് പിന്നിലെ മനോഭാവമാണ്, ഹൃദയവിചാരമാണ്, ഹൃദയഭാവമാണ് തമ്പുരാൻ നോക്കുന്നത്. ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു മനുഷ്യൻ്റെ പ്രവൃത്തിക്കല്ല പ്രധാനപ്പെട്ടത്, ഹൃദയഭാവത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, മനുഷ്യ ഹൃദയത്തിൻ്റെ പ്രത്യേകതയെപ്പറ്റി തമ്പുരാൻ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത്, ഒരു വ്യക്തിക്ക് 2 യജമാനന്മാരെ ഒരുപോലെ സേവിക്കാൻ പറ്റത്തില്ല. ഹൃദയത്തിൽ ഇരിക്കുന്ന യജമാനനെ മാത്രമേ സേവിക്കത്തുള്ളൂ, ആത്മാർത്ഥമായിട്ട് സേവിക്കത്തുള്ളൂ. ഒരുവന്റെ നിക്ഷേപം എവിടെയിരിക്കുന്നോ അവിടെയായിരിക്കും അവൻ്റെ ഹൃദയം. അവൻ്റെ ഹൃദയം എവിടെ ഇരിക്കുന്നോ അവിടെയായിരിക്കണം നിക്ഷേപം. ഇതാണ് തമ്പുരാൻ നോക്കുന്നത്. എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് എന്താണെന്നുള്ളതാണ്. എൻ്റെ ഹൃദയം എങ്ങനെയുള്ളതാണ്, എൻ്റെ ഹൃദയത്തിലെ നിക്ഷേപം എന്താണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് എൻ്റെ ഹൃദയം എന്തിനു വേണ്ടിയുള്ളതാണ്. ഒരു കാര്യം നമ്മൾ തിരിച്ചറിയാണ്, ഹൃദയം നോക്കുന്ന തമ്പുരാൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അത് തമ്പുരാൻ ഇരിക്കാനുള്ള സ്ഥലമാണ്. എൻ്റെ ആത്മാവ് തമ്പുരാൻ്റെ വാസസ്ഥലമാണ്. എൻ്റെ ഹൃദയത്തിൽ തമ്പുരാന് മാത്രം ഇരിക്കാനുള്ളതാണ്. അവിടെ മറ്റൊന്നും ഇരിക്കാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് ഹൃദയശുദ്ധി എന്ന് പറയുന്നത് അവിടെയാ. എൻ്റെ ഹൃദയത്തിൻ്റെ ശുദ്ധി എന്ന് പറയുന്നത് അവിടെയാ. ഇത് ദൈവത്തിന് വസിക്കാൻ വിശുദ്ധിയുള്ളതാക്കി തീർക്കുക, മറ്റൊന്നും ഇരിക്കാനായിട്ട് പാടില്ല. അതുകൊണ്ടൊരു മനുഷ്യൻ്റെ ഉള്ളിലിരിക്കുന്നതൊക്കെ പുറത്തെടുക്കണം. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് മർക്കോസ് 7:21 13 കൂട്ടം അടിസ്ഥാന തിന്മകൾ എണ്ണി പറഞ്ഞിട്ട് തമ്പുരാൻ പറയുകയാണ്, ഈ 13 കൂട്ടം അടിസ്ഥാന തിന്മകൾ ഇരിക്കുന്നത് നിന്റെ ഹൃദയത്തിലാണ് തിന്മയിരിക്കുന്നത്. ഇവയൊന്നും പുറത്തുനിന്ന് കയറിയതല്ല, ഇതുള്ളിലിരിക്കുന്നതാ. ഇതൊരു സത്യം നമ്മളെ പഠിപ്പിക്കുക. എൻ്റെ ഹൃദയത്തിലിരിക്കുന്ന തിന്മ, ഈ 13 കൂട്ടം അടിസ്ഥാന തിന്മകൾ, അത് വചനം വായിക്കും നമുക്കറിയാം. ഈ തിന്മകൾ എടുത്ത് കളയുന്നതിനനുസരിച്ചാണ് അതിന് വിശുദ്ധീകരണം വരുന്നത്. പുറത്തുനിന്ന് കയറുന്നതല്ല പ്രിയപ്പെട്ടവരെ. ഇനി അകത്തെങ്ങനെ കയറിയെന്നുള്ളത് ഇപ്പം പറയാനുള്ള സമയമല്ല. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ഈ അകത്തിരിക്കുന്ന ഈ തിന്മ ഞാൻ എടുത്തു കളയണം. ഇതെന്നും മാത്രം എടുത്ത് കളയാനായിട്ട് സാധിക്കുന്നോ അപ്പോഴേ എനിക്ക് വിശുദ്ധീകരണ ഹൃദയത്തിന് വിശുദ്ധീകരണം ഉണ്ടാകത്തുള്ളൂ. നമുക്ക് പലപ്പോഴും ശ്രദ്ധിക്കാതെ വന്ന് പാപം ഇരിക്കുന്നത് എൻ്റെ ഹൃദയത്തിലാണ്. ഒരു വ്യക്തി, ഞാനിവിടെ നിന്ന് നിങ്ങളെ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ നോട്ടത്തിൽ തന്നെ എൻ്റെ നോട്ടം പിഴച്ചാൽ നിങ്ങളാരും പെട്ടെന്ന് മനസ്സിലാകത്തില്ല. എന്നാൽ എൻ്റെ ഉള്ളിലേക്ക് നോക്കുന്ന തമ്പുരാൻ പറയുകയാണ്, ഞാനത് കണ്ടു. 139 സങ്കീർത്തനം തമ്പുരാൻ പറയുന്നത്, നീ എഴുന്നേക്കുന്നു കിടക്കുന്നു ഞാൻ കാണുന്നുണ്ട്. എല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്, അകലെ വെച്ച് തന്നെ ഞാൻ നിന്നെ കാണുന്നുണ്ട്. എന്നിട്ട് വീണ്ടും പറയാണ്,
ഒരു ചിന്ത നിന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ട് നാവിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ അറിഞ്ഞു. ഇങ്ങനെയൊരു തമ്പുരാന്റെ മുമ്പിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നെങ്കിൽ എൻ്റെ ഉള്ളിലിരിക്കുന്ന തിന്മ, പാപം ഞാൻ തിരിച്ചറിയണം. അതുകൊണ്ട് പാപത്തെപ്പറ്റി നമ്മൾ ഇങ്ങനൊന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. എൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന മെഡിറ്റേറ്റ് ചെയ്യുന്ന, ധ്യാനിക്കുന്ന, ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ഈ ചിന്ത അത് പ്രവൃത്തിയായിട്ട് പുറത്തേക്ക് വന്നിട്ടില്ല എങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ അത് ചെയ്ത പ്രവൃത്തിക്ക് തുല്യമാണ്. ഒരു മനുഷ്യൻ്റെ ഉള്ളിലിരിക്കുന്ന പാപം എപ്പോഴും പുറത്തു വരത്തില്ല. എൻ്റെ ഉള്ളിലിരിക്കുന്ന പാപത്തിന് അനുകൂലമായ സാഹചര്യം, അനുകൂലമായ സമയം, അനുകൂലമായ ചുറ്റുപാട് കടന്നു വരുമ്പോൾ മാത്രമേ എൻ്റെ ഉള്ളിലിരിക്കുന്ന പാപം പ്രവൃത്തിയായിട്ട് പുറത്തേക്ക് വരത്തുള്ളൂ. അതുവരെ ഞാൻ പുറത്തേക്ക് വരത്തില്ല. അതുകൊണ്ട് ഒരുപാട് പേര് മനുഷ്യരുടെ മുമ്പിൽ നല്ലവരാണെങ്കിലും ഹൃദയം കാണുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നല്ലവരല്ലെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് എൻ്റെ പരിശ്രമം എൻ്റെ ഉള്ളിലിരിക്കുന്ന തിന്മ എടുത്തു കളയുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടെ തിരിച്ചറിയുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എൻ്റെ ഹൃദയത്തിൻ്റെ വിശുദ്ധി വളരും തോറും ഈ വിശുദ്ധി എൻ്റെ ശരീരത്തിലേക്ക് വ്യാപിക്കും. എൻ്റെ ശരീരത്തിലൂടെ എൻ്റെ ബാഹ്യ അവയവങ്ങളിലെത്തി ഈ ബാഹ്യ അവയവങ്ങളുടെ പ്രവർത്തനം മൂലം ഞാൻ ജീവിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് ഈ വിശുദ്ധി വ്യാപിക്കും. അതുകൊണ്ടാണ് നമ്മുടെ വിശുദ്ധരൊക്കെ തൊട്ടതൊക്കെ തിരിശേഷിപ്പായിട്ട് മാറിയത്. ഹൃദയത്തിൽ വിശുദ്ധി ഉണ്ടായി, ഈ വിശുദ്ധി ശരീരത്തിലേക്ക് വ്യാപിച്ചു. അതുകൊണ്ട് അവിടെ ശരീരം തൊട്ടതും കൈകാര്യം ചെയ്തതും അവർ നടന്നതും ഒക്കെ തിരിശേഷിപ്പായിട്ട് മാറിയത്. അവർ കിടന്ന കട്ടില്, അവർ കിടന്ന പായ, അവർ പിടിച്ച പേന, അവർ നടന്ന സ്ഥലം, അവരിട്ട ചെരുപ്പ്, ഇതൊക്കെ വിശുദ്ധമായിട്ട് തീർന്നത് എൻ്റെ ഹൃദയത്തിൽ നിന്നാരംഭിച്ച വിശുദ്ധിയാ. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഇതാണ് തിരിച്ചറിയേണ്ടത്. ഇതിനൊരു മറുവശം കൂടെ മറക്കരുത്. എൻ്റെ ഹൃദയം അശുദ്ധമായാൽ ഈ അശുദ്ധി എൻ്റെ ശരീരത്തിലേക്ക് വ്യാപിച്ച് ഇതുപോലെ തന്നെ ഞാൻ ജീവിക്കുന്ന അന്തരീക്ഷത്തിൽ ഇതിനെ ഞാൻ പടർത്തും. ഇനിയും തീർന്നില്ല, ഞാൻ തൊട്ടതൊക്കെ അശുദ്ധമാകും, ഞാൻ കൈകാര്യം ചെയ്തെല്ലാം അശുദ്ധമാകും, എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടത് മുഴുവനും ഞാൻ അശുദ്ധമാകും. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ബോധപൂർവം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇവിടെയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഇത്രയും നാൾ ഞാൻ നിങ്ങൾ ജീവിച്ചിട്ട് എൻ്റെ ഹൃദയത്തിൻ്റെ വിശുദ്ധി ശരിയായിട്ട് നടക്കാത്തതുകൊണ്ട് എന്താ സംഭവിച്ചത്? തലമുറകളെ വരെ ഞാൻ അശുദ്ധമാക്കി ജീവിച്ചു പോയതൊക്കെ നമ്മൾ മറക്കരുത്. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. അതുകൊണ്ടാണ് ഇടയ്ക്ക് കയറി പറയട്ടെ, ആരെയും നന്നാക്കാൻ പോകണ്ട, ആരെയും നന്നാക്കാൻ പോകണ്ട, സ്വയം നന്നാകുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14:23 പറയുന്നത് ഇങ്ങനെയല്ലേ: നിങ്ങൾ എൻ്റെ കൽപ്പന പാലിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ സ്നേഹിതരായിരിക്കും, നിങ്ങളുടെ അടുക്കൽ ഞാനും എൻ്റെ പിതാവും കൂടെ വന്ന് വാസമുറപ്പിക്കും. എവിടെയാ? എൻ്റെ ഹൃദയത്തിൽ. എൻ്റെ ഹൃദയത്തിൽ ദൈവം വാസമുറപ്പിക്കുന്ന നിമിഷം മുതൽ പിന്നെന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഇതാണ് വിശുദ്ധരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഈ ഹൃദയത്തിന് വിശുദ്ധീകരണം സംഭവിച്ചതാ ദൈവം വസിക്കുന്ന ഹൃദയമായിട്ട് മാറി. അതുകൊണ്ടാണ് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഹൃദയത്തെ വിശുദ്ധീകരിക്കുക. ഇനിയും പറ, ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് സ്വസ്ഥതയില്ലെങ്കിൽ, എനിക്ക് സമാധാനമില്ലെങ്കിൽ, എനിക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ, ഇതെവിടെ ഇരിക്കുന്നത്? അരക്കിലോ ഭാരം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് നമ്മുടെ ശരീരത്തിന് പുറത്തുള്ള പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യ വ്യക്തിയുടെ ക്ലേശവും ബുദ്ധിമുട്ടും മുഴുവനും ഇരിക്കുന്നത് ആ വ്യക്തിയുടെ ഹൃദയത്തിലാ, ഉള്ളിലാ. അവിടെ തമ്പുരാന് വസിക്കുന്ന സ്ഥലമായി കഴിഞ്ഞാൽ
ഇത് പിന്നങ്ങ് മാറിക്കിട്ടും. അതുകൊണ്ടാണ് ഈ ഹൃദയത്തിൻ്റെ വിശുദ്ധീകരണത്തിൽ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ശക്തമാകും, ദൈവത്തിൻ്റെ പ്രവർത്തനമുണ്ടാകും. അതുകൊണ്ടാണ് 14-ാം അധ്യായത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് പിതാവ് ചെയ്യുന്ന കാര്യങ്ങളാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എൻ്റെ പൊന്ന് തമ്പുരാന് എൻ്റെ ഹൃദയത്തിൽ വസിക്കാൻ വേണ്ടി എൻ്റെ ഹൃദയത്തെ വിശുദ്ധമായിട്ട് സൂക്ഷിക്കുക എന്നുള്ള ഒറ്റ ചുമതലയേ ഉള്ളൂ. ഒരു താൽക്കാലിക ജീവിതം തന്നിട്ട് താൽക്കാലിക ജീവിതമുള്ള ഈ മനുഷ്യ ജീവിതത്തിന് വേറെ ലക്ഷ്യമൊന്നുമില്ല. ബാക്കി കാര്യങ്ങളൊക്കെ എന്നിൽ വസിച്ചുകൊണ്ട് ദൈവം പ്രവർത്തിക്കേണ്ടതൊക്കെ പ്രവർത്തിച്ചോളും. ഈ ഹൃദയത്തെ വിശുദ്ധമായിട്ട് സൂക്ഷിക്കണം. ഇതിനു വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്, ഇതിനു വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഇത്രയും നാൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ മുന്നോട്ട് പോയിട്ട്, ഇത്രയും നാൾ ജീവിച്ചിട്ട് എൻ്റെ ആത്മാവിനെ നേടാൻ വേണ്ടി, എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ഞാൻ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം നമുക്ക് പറയാനായിട്ടുണ്ട്? അവിടെയാണ് എൻ്റെ ജീവിതത്തിന് ഒരുപാട് മാറ്റമുണ്ടാകണം. ആത്മീയ ജീവിതമെന്ന് പറയുന്നത് ആത്മാവിൻ്റെ ജീവിതമാണ്. ആത്മാവിൻ്റെ ജീവിതം ദൈവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മനുഷ്യൻ്റെ ശരീരം ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കും, മണ്ണോട് മണ്ണാകും. എന്നാൽ ആത്മാവിൻ്റെ പ്രത്യേകത അതിനാരംഭം മാത്രമേ ഉള്ളൂ, അവസാനമില്ല. അതുകൊണ്ടാണ് നിത്യ സൗഭാഗ്യമുണ്ട്, നിത്യ ശിക്ഷാവിധിയുമുണ്ട്. ഈ ആത്മാവ് മരിക്കാത്തത് കൊണ്ടാണ്. അതിനാ നിത്യ സൗഭാഗ്യം, യോഗ്യതയോടെ കടന്നു പോകുന്ന ആത്മാവിന് നിത്യ സൗഭാഗ്യമാണ്. യോഗ്യതയില്ലാതെ കടന്നു പോകുന്ന ആത്മാവിന് നിത്യ ശിക്ഷയാണ്. അതുകൊണ്ട് എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ വളരാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രമിക്കണം. അവസാനത്തെ ഭാഗത്തോട്ട് നമ്മൾ കടന്നു വരുമ്പോൾ ഒരു കാര്യം കൂടെ പറയുക. ഒരു പുരുഷൻ ദൈവസന്നിധിയിൽ, ഒരു പുരുഷൻ ആത്മീയമായിട്ട് വളരാൻ ആഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു പുരുഷന് സ്വാഭാവിക പ്രവണത എന്ന് പറയുന്നത് അവൻ്റെ ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങളുടെ സുഖത്തിന് വേണ്ടി, ശരീരസുഖത്തിന് വേണ്ടി എപ്പോഴും ജീവിക്കാനൊരു പ്രവണത എപ്പോഴും ഒരു പുരുഷനുണ്ട്. ഒരു പുരുഷൻ ആത്മീയ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ആത്മാവിനെ നേടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, സ്വാഭാവിക പ്രവണതയായ ശരീരത്തിൻ്റെയും അല്ലെ ഇന്ദ്രിയ സുഖത്തിൻ്റെയും ആഗ്രഹത്തെ നിയന്ത്രിച്ച് വിശ്വാസ ബോധ്യത്തിൽ ജീവിക്കുമ്പോൾ ഈ ശരീരത്തിന് നൊമ്പരമേക്കുന്ന ആത്മീയ ജീവിതം കൊണ്ടു നടക്കാൻ ഒരു പുരുഷൻ ബോധപൂർവം പരിശ്രമിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തിയുടെ ആത്മീയ ജീവിതം ശക്തിപ്പെടത്തില്ല. ഏതെങ്കിലും ഒരു പുരുഷൻ വിശുദ്ധിയിലേക്ക് വളർന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വിശുദ്ധിയിൽ വളർച്ച പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ കർശനമായി ശരീരത്തിന് നൊമ്പരമേക്കുന്ന രീതിയിൽ ജീവിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ 1 കൊരിന്ത്യർ 9:27 സുവിശേഷം പ്രസംഗിക്കുന്ന ഞാൻ തിരസ്കൃതനാകാതിരിക്കാൻ വേണ്ടി എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായിട്ട് നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നത്. ഒരു പുരുഷൻ ബോധപൂർവം സ്വർഗത്തിൽ പോകാൻ വേണ്ടി, നിത്യജീവത്തിന് വേണ്ടി, ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി സ്വാഭാവിക പ്രവണതയായ ശരീരത്തിൻ്റെ ഈ ആഗ്രഹത്തെ നിയന്ത്രിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആത്മീയമായിട്ട് വളരുന്നത്. പ്രാർത്ഥനയിൽ ഒരു നൊമ്പരമുണ്ടാകും, പ്രാർത്ഥനയിൽ ത്യാഗമുണ്ടാകും, ആത്മീയ ജീവിതത്തിൽ ത്യാഗമേറ്റെടുക്കാനായിട്ട് തയ്യാറാകും. അങ്ങനെ ഒരു പുരുഷൻ ശക്തമായിട്ട് പരിശ്രമിക്കുമ്പോഴാണ് നമുക്കറിയാൻ പറ്റുന്ന ആത്മീയമായിട്ട് വളരുന്നത്. ഒരു സ്ത്രീ ആത്മീയമായിട്ട് വളരുന്നത് ഇപ്പം ചൊല്ലുന്ന കുറേ പ്രാർത്ഥന ചൊല്ലിയാൽ വളരത്തില്ല. ഇപ്പം സംബന്ധിക്കുന്ന ബലികളിൽ സംബന്ധിച്ചാൽ മാത്രമാകത്തില്ല. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ, അവളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനസ്സുഖമാണ്. അതുകൊണ്ടൊരു സ്ത്രീ മനസ്സിന് സുഖം തരുന്ന വ്യക്തിക്ക് വേണ്ടി
ശരീരം കൊണ്ട് ഏതറ്റം വരെ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ ഒരു സ്ത്രീ തയ്യാറാവും. അതുകൊണ്ടാണ് ഭൂരിപക്ഷം സ്ത്രീകളും ഒരുപാട് പ്രാർത്ഥിക്കുകയും നോമ്പ് നോക്കുകയും ത്യാഗമെടുക്കുകയും ഈ മുട്ടയിൽ എഴുതുന്നതിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട കാര്യം തന്നിൻ്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന, തൻ്റെ മനസ്സിന് സുഖം തരുന്ന വ്യക്തികളുടെ ജഡീക ഭൗതിക സുസ്ഥിതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പലപ്പോഴും സ്ത്രീകളുടെ പ്രാർത്ഥന. അതിന് ആത്മീയ ജീവിതത്തിന് അർത്ഥമില്ല. ഒരു സ്ത്രീ ആത്മീയമായിട്ട് വളരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവളുടെ മനസ്സുഖം തരുന്ന വ്യക്തികളിൽ നിന്ന്, വസ്തുക്കളിൽ നിന്ന്, ഈ മനസ്സിന് സുഖം തരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ബോധപൂർവം മനസ്സ് പറിച്ചെടുത്ത് ദൈവത്തിങ്കിലേക്ക് തിരിച്ച് ഈ സുഖം ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാൻ അവൾ എന്ന് ബോധപൂർവം തയ്യാറാകുന്നോ അന്ന് മുതൽ അവളുടെ ജീവിതത്തിൽ ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ശക്തി ഉണ്ടാകത്തുള്ളൂ, ഒരാത്മീയത ഉണ്ടാകത്തുള്ളൂ. ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. അങ്ങനെയാ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാ. ഒരു പുരുഷൻ ഇങ്ങനെയാണ് സ്വർഗത്തിൽ പോകേണ്ടത്. ഞാൻ ആൺകുട്ടിയായി വളർന്നു, കാലക്രമേണ ഞാൻ പുരോഹിതനായി, എന്നെ ഏൽപ്പിച്ച പൗരോഹിത്യ ജീവിതത്തിലൂടെ ഞാൻ ആത്മാക്കളെ നേടി വേണം ഞാൻ സ്വർഗത്തിൽ പോകാൻ. അതുപോലെ തന്നെ ഒരു സ്ത്രീ വളർന്ന് കുടുംബിനിയായി, അമ്മയായി, ഭാര്യയായി, അമ്മയായി, കുടുംബിനിയായി ജീവിച്ചു പോകണം സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാ. അല്ലാതെ ഈ താൽക്കാലിക ജീവിതത്തിലൊന്നും നേടാൻ വേണ്ടിയല്ല. ആത്മാവിനെ നേടാനായിട്ട് പരിശ്രമിക്കുന്ന ജീവിതത്തിൽ ഈ ഭൗതിക ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ തമ്പുരാൻ നോക്കുമെന്നുള്ളത് പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ടല്ലേ യോഹന്നാൻ 6:25 മുതൽ പറയുന്നത്, അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിച്ചാൽ മതി. നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കണമെന്ന് കർത്താവ് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള പഠിപ്പിക്കുന്ന കാര്യമാണ്. അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുന്ന നിന്റെ നശ്വരമായ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അത് തന്നെയല്ലേ മത്തായിയുടെ സുവിശേഷം 6:33 വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കല്ലേ? അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്ക്, ദൈവരാജ്യം അന്വേഷിക്ക്, ബാക്കിയുള്ളത് നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടി ഭംഗിയായിട്ടെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഇതല്ലേ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. ഈ ദൈവരാജ്യത്തെ മറന്ന് ഈ അനശ്വരമായ ജീവിതത്തെപ്പറ്റി ചിന്തിക്കാതെ ജീവിച്ചാൽ രണ്ടും നമുക്ക് നഷ്ടമാകുമെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആകുലപ്പെടുന്നത് എന്തിനാ? അത് വളരെ വ്യക്തമായിട്ട് മത്തായിയുടെ സുവിശേഷം 6:32 പറയുന്നുള്ളൂ. ആരാ ആകുലപ്പെടുന്നത്? എന്തു ഭക്ഷിക്കും, എന്തു കുടിക്കും, എങ്ങനെ ജീവിക്കും, എന്തെടുക്കും എന്നൊക്കെ ചിന്തിക്കുന്നത് ആരാ? വളരെ വ്യക്തമായിട്ടൊരു വാക്കവിടെ പറഞ്ഞിട്ടുണ്ട്. അവരല്ലേ അത് അന്വേഷിക്കുന്നത്? നിങ്ങളുടെ ദൈവം, സർവശക്തനായ ദൈവം, ഒന്നുമില്ലായ്മ നീ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് നിങ്ങളെ സ്വന്തമാക്കിയ നിങ്ങളുടെ സർവശക്തനായ ദൈവത്തിന് അറിയത്തില്ലേ നിങ്ങൾക്ക് എന്ത് വേണമെന്ന്? നിങ്ങൾക്ക് ആ വിശ്വാസം പോരെ, ഈ ബന്ധം പോരെ എന്നൊക്കെ നമ്മളോട് പറയുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ നിത്യജീവത്തിന് വേണ്ടി ഞാൻ അധ്വാനിക്കാൻ ശ്രമിച്ചാൽ എൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ കാര്യം തമ്പുരാൻ നോക്കും. ഉറപ്പാണ്. അവർ വേറൊരു വിഷയമായതുകൊണ്ട് വിശ്വാസ ജീവിതമാണ്, അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതത്തിൻ്റെ പ്രാധാന്യം ദൈവം തമ്പുരാൻ നമുക്ക് പറഞ്ഞു തരിക. 33 കൊല്ലം മാത്രം ഈ ലോകത്തിൽ ജീവിച്ച്, 30 കൊല്ലം ആരും അറിയാതെ ജീവിച്ച്, 3 കൊല്ലം പരസ്യം നടത്തി, ദൈവരാജ്യത്തെപ്പറ്റി പറഞ്ഞ് പഠിപ്പിച്ച് വെളിപ്പെടുത്തി, അതിനുവേണ്ടി കഷ്ടത അനുഭവിച്ച്, പീഡ അനുഭവിച്ച്, മരിച്ച് ഈ ലോകത്തിൽ നിന്ന് ചോരയും നീരും മുറ്റി നിൽക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ കർത്താവ് കടന്നു പോയപ്പോൾ ഇതിനപ്പുറത്തൊരു നിത്യ ജീവിതത്തെ നമുക്ക് കാണിച്ചു തന്നിട്ടാ. ഹേ മനുഷ്യ, നീ ഒരു ഭോഷനാകരുത്. ഹേ സ്ത്രീ, നീ ഒരു ഭോഷിയാകരുത്. ഇത്രയും നാളും ജീവിച്ചിട്ട് എന്തു നേടി? ഇനിയും പറ. ദൈവം തരുന്ന സമാധാനം, ലോകത്തിന് തരാൻ സാധിക്കാത്ത സമാധാനം, ദൈവം തരാൻ സാധിക്കുന്ന സമാധാനം എനിക്കിന്ന് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കാരണം എന്താ? ഞാൻ എന്തിനാ ജീവിച്ചത്? ഞാനെന്ന് മരിച്ചാൽ ഒരു കോഴി ചാകാനെടുക്കുന്ന സമയം പോലെ ഹേ മനുഷ്യ
ഇന്നത്തെ സാഹചര്യത്തിൽ ഒരപകടത്തിൽ ഒരു ഭീകരൻ്റെ കയ്യിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നീ മരിക്കാൻ എടുക്കത്തില്ല. നമുക്കറിയാം, കോഴിയെ താറാവിനെ കൊന്നിട്ടുള്ളവരറിയാം, കൊരവള്ളി മുറിഞ്ഞു കഴിയുമ്പോൾ നിമിഷ നേരം കൊണ്ട് ചാകുന്ന ജീവികളെപ്പോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലും ഇതുപോലൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് ജീവിതം? ഈ താൽക്കാലിക ജീവിതത്തിന് വേണ്ടി നമ്മൾ ജീവിച്ചാൽ നഷ്ടമാകുന്ന എന്താ? അതുകൊണ്ട് ഞാനൊരു ഭോഷനാണോ, ഞാനൊരു ഭോഷിയാണോ? നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമായാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? അതുകൊണ്ട് ആത്മീയ ജീവിതമെന്ന് പറയുന്നത് ഒറ്റക്കാര്യം, ദാറ്റ് ഈസ് എ പേഴ്സണൽ കമ്മ്യൂണിയൻ വിത്ത് പേഴ്സൺ ഗോഡ് ജീസസ്. ഈശോയുമായിട്ടുള്ള വ്യക്തിബന്ധം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ഈ ആത്മീയ ജീവിതം. ഇനിയും പറ, എൻ്റെ ഹൃദയത്തിൽ ആരാണ് ഇരിക്കുന്നത്? ഈ തമ്പുരാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഹൃദയത്തിൽ ഇപ്പം എന്താണ്? നിന്റെ നിക്ഷേപം എവിടെയായിരിക്കുന്നത്? നിന്റെ ഹൃദയം എവിടെയായിരിക്കുന്നത്? നിന്റെ നിക്ഷേപം എവിടെയായിരിക്കുന്നത്? ഒന്നാം കൽപ്പന, ഈ തമ്പുരാൻ ഇരിക്കേണ്ട ഹൃദയത്തിൽ മറ്റൊന്നും കയറിയിരിക്കാൻ പാടില്ല. കയറിയിരിക്കുന്നതാണ് പ്രശ്നം. അതുകൊണ്ട് ഭർത്താവിനെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല, ഭാര്യയെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല, മക്കളെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒന്നാം സ്ഥാനം തമ്പുരാന് കൊടുത്തു കഴിയുമ്പോൾ ഇവരൊക്കെ ഹൃദയത്തിന് പുറത്താകും. എന്നാൽ ദൈവത്തെക്കാട്ടി കൂടുതൽ പ്രാധാന്യം കൊടുത്താൽ അവരെല്ലാം എൻ്റെ ഹൃദയത്തിൽ കയറിയിരിക്കും, ദൈവം പുറത്താകും. ഇന്ന് പല ജീവിതത്തിലും സംഭവിക്കുന്നൊരു കാര്യം ഇതാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ആത്മാർത്ഥമാണ് ഹൃദയത്തിലേക്ക് നോക്കുന്ന തമ്പുരാൻ്റെ മുമ്പിൽ ഹൃദയം കൊണ്ട് വേണം കടന്നു വരാൻ. മനുഷ്യൻ ബാഹ്യമായ കാര്യങ്ങളിൽ നോക്കുന്നതുകൊണ്ട് മനുഷ്യരെ നമുക്ക് കബളിപ്പിക്കാൻ പറ്റും, ദൈവത്തെ കബളിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ചോദിക്കാം, ഞാൻ ഇത്രയും നാളും ജീവിച്ചത് എന്തിനു വേണ്ടിയാണ്? മക്കൾക്ക് വേണ്ടിയാണോ? ഭർത്താവിന് വേണ്ടിയാണോ? ഭാര്യയ്ക്ക് വേണ്ടിയാണോ? കുടുംബത്തിന് വേണ്ടിയാണോ? തെറ്റിപ്പോയില്ലേ? എൻ്റെ ആത്മാവിനെ നേടുവാൻ വേണ്ടി എത്രമാത്രം ഞാൻ തമ്പുരാനെ സ്നേഹിച്ച്, തമ്പുരാൻ ആഗ്രഹിക്കുന്ന ക്രമം ഞാൻ സ്വീകരിച്ച് ആ ക്രമം അനുസരിച്ച് ജീവിക്കാൻ എന്തുമാത്രം പരിശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ പൗരോഹിത്യത്തിൽ ദൈവം എനിക്കെന്നതിന് ക്രമം ഞാൻ സ്വീകരിച്ച് ആ ക്രമം അനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ പൗരോഹിത്യം അർത്ഥമുള്ളതായിട്ട് മാറത്തുള്ളൂ. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട സത്യം. ആത്മാവിനെ നേടാൻ ഉപകരിക്കാത്ത ഏത് ജീവിതവും പോഷത്വമാണ്. അതുകൊണ്ട് ലോകം മുഴുവൻ നേടാൻ വേണ്ടിയല്ല, ആത്മാവിനെ നേടാൻ വേണ്ടി തന്നിരിക്കുന്ന ലോക ജീവിതമാണ് എൻ്റെ ജീവിതം. ഈ ലോകത്തിൽ ജീവിച്ച് ദൈവരാജ്യത്തിൻ്റെ മക്കളായിട്ട് തീർന്ന് സ്വർഗത്തിലെത്തിച്ചേരാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന താൽക്കാലിക ജീവിതം വെറുതെ പാഴാക്കി കളയാതിരിക്കാൻ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രമിക്കാം. ദൈവത്തിൻ്റെ ആർക്കാണ് സമാധാനം? അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൈവപ്രീതിയിൽ ജീവിക്കാൻ നമുക്ക് തയ്യാറാകാം. എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നദി പോലെ ഒഴുകത്തില്ലേ എന്ന് ചോദിക്കുന്ന തമ്പുരാൻ്റെ മുമ്പിൽ ഈ രാത്രി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുടെ നാമത്തിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.